Hello my dear students. So next chapter that we are going to learn about is dividend decisions. Clear? മക്കളെ ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന ചാപ്റ്റർ വൺ ഓഫ് ദ ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ക്ലിയർ? സോ ഔട്ട് ഓഫ് ദ ടോട്ടൽ 7 പ്രാക്ടിക്കൽ ചാപ്റ്റേഴ്സ് ഇൻ FM, okay, so dividend decisions is most easiest chapter. Clear? So മക്കളെ ശ്രദ്ധിക്കുക. സോ വെറും ഒരു 20 to 30 മിനിറ്റ്സിനുള്ളിൽ നമുക്കതൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. റെഡിയാണോ? യെസ്, വെരി ഗുഡ്. നോക്കാം. ക്ലിയർ? സോ ഡിവിഡൻഡ് ഡിസിഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡിവിഡൻഡ്, അല്ലേ? സോ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് കമ്പനി കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ? യെസ്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയാം, അല്ലേ? സോ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് പോർഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഓർ റീറ്റെയിൻ ചെയ്യാം. സോ റീറ്റെയിൻ പോർഷൻസ് വരും, അതേപോലെ കുറച്ച് പോർഷൻസ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. ക്ലിയർ? സി ഇവിടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ്: ഡിവിഡൻഡ് റിലവൻസ് തിയറി ആസ് വെൽ ആസ് ഡിവിഡൻഡ് ഇറലവൻസ് തിയറി. സി ഡിവിഡൻഡ് ഇറലവൻസ് തിയറി എന്താണ് ആൻഡ് ഡിവിഡൻഡ് റിലവൻസ് തിയറി എന്താണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ പാർട്ടിലോട്ട് പോകാം. റെഡി? നോക്ക്, ഡിവിഡൻഡ് റിലവൻസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് കമ്പനിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പോയിന്റ്. ക്ലിയർ? സോ കമ്പനിയുടെ വാല്യൂവിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ റിലവൻറ്റ് മോഡൽ. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് വി ക്യാൻ സേ ഇറ്റ് ഇസ് ഇറലവൻസ് തിയറി. ക്ലിയർ അല്ലേ? സോ ആ 2 പോയിന്റാണ് മനസ്സിലാക്കാനുള്ളത്. അതായത് നമുക്കറിയാം വെൽത്ത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ വാല്യൂ, കമ്പനിയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലേ? സോ വാല്യൂവിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? സോ ഡിവിഡൻഡ് റിലവൻസ് മോഡൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുന്നതും കുറച്ച് കൂടുതൽ കൊടുക്കുന്നതും അതിന് ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അവിടെ നമുക്ക് 2 മോഡലാണ് പഠിക്കാനുള്ളത് മെയിനായിട്ട്. ഒന്ന് വോൾട്ടേഴ്സ് മോഡൽ ആൻഡ് രണ്ടാമത്തത് ഗോർഡൻസ് മോഡൽ. ഓക്കെ, സി വോൾട്ടേഴ്സ് മോഡൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? സോ വി നോ ദാറ്റ് കോസ്റ്റ് ഓഫ് എക്വിറ്റി ആ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം. സോ ഇ ബൈ മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്, അല്ലേ? സോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഇ ബൈ കെ എന്നാണ് വരേണ്ടത്. പക്ഷേ ഏർണിങ്സ് ഡയറക്റ്റ്ലി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിവിഡൻഡ് ആയിട്ടും റീറ്റെയിൻ ഏർണിങ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റീറ്റെയിൻ ഏർണിങ്സിന് പോർഷന് ആർ ബൈ കെ ഇ എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? സോ ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ കംസ് ലൈക്ക് ദിസ്: ഡി പ്ലസ് ആർ ബൈ കെ ഇ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡ് ബൈ കെ ഇ. ക്ലിയർ അല്ലേ? യെസ്. സോ മക്കളെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്, നിങ്ങൾ റീറ്റെയിൻഡ് ഏർണിങ്സിന് എന്താ പറയുക, നിങ്ങൾക്ക് ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ഇ എന്ന് വിചാരിക്കാം. സി ആർ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഉണ്ടാക്കുന്ന റിട്ടേൺസ് ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ദ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം ആർ, അല്ലെങ്കിൽ നമ്മളോട് പറയും IRR എന്നൊക്കെ പറയും. ഓക്കെ, സോ ആർ തന്നിട്ടുണ്ട് ആൻഡ് കെ ഇ ഓൾസോ തന്നിട്ടുണ്ട്. സോ കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോസ്റ്റ് ആണ്. ഓക്കെ, സോ കോസ്റ്റിനേക്കാളും കൂടുതൽ, ഓക്കെ, സോ കോസ്റ്റിനേക്കാളും കൂടുതലാണ് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ ഈ പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കോസ്റ്റ് കുറവാണ്, റിട്ടേൺ കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, ആ പൈസ ഇവിടെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം? കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഓക്കെ, സോ ദാറ്റ് ഇപ്പോൾ 10-15% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. നിങ്ങൾ 10% കൊടുത്താൽ മതി എന്നാണെങ്കിൽ 15% റിട്ടേൺ കിട്ടും. സോ 10% കൊടുക്കുക. സോ നെറ്റ് ഇഫക്റ്റിൽ നിങ്ങൾക്ക് ലാഭമാണ്, അല്ലേ? സോ ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ ഇ വി ക്യാൻ സേ ദാറ്റ് മാക്സിമം റീറ്റെയിൻ ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ മാക്സിമം റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? ഡിവിഡൻഡ് 0 ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഒപ്റ്റിമം എത്രയാണ് ഡിവിഡൻഡ് ഉദ്ദേശിക്കുന്നത്? 0 കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ നേരെ മറിച്ചിട്ട് ആർ ഇസ് ലെസ് ദാൻ കെ ഇ എന്നാണെങ്കിലോ, ആർ ഇസ് ലെസ് ദാൻ കെ ഇ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കൂടുതലാണ്, നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലേ? സോ എൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ട്. സോ ആ പൈസ എനിക്ക് ഒരാൾ തന്നത് 10% ഇൻട്രസ്റ്റിലാണ്. സോ ഈ പൈസ വെച്ചിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു 5-6% മാത്രം റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ 5% ജനറേറ്റ് ചെയ്തിട്ട് ഞാൻ 10% കൊടുക്കണ്ടേ? സോ എനിക്ക് നഷ്ടമാണ്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ഇവിടെ പറയുന്ന ആർ ഗ്രേറ്റർ ദാൻ കെ ഇ ആണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിന് ഗ്രോത്ത് കമ്പനി എന്ന് പറയാം. ഈക്വൽ ആണെങ്കിൽ കോൺസ്റ്റന്റ് കമ്പനി ആൻഡ് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഡിക്ലൈനിങ് കമ്പനി. ക്ലിയർ? സോ അത് ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താ പറയുക, ആറും കെ ഇ ഒക്കെ തന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും ഒപ്റ്റിമം ഡിവിഡൻഡ് പേ ഔട്ട് എന്താണെന്ന്, ആൻഡ് ആ ഒരു സമയത്തുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയാം. പിന്നെ ഇത് രണ്ടും ഡസ് നോട്ട് എഫക്റ്റ് ആവും, അതായത് നിങ്ങൾ ഡിവിഡൻഡ് ഡിസിഷൻസ് വിൽ നോട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു കെ ഇ ആവുന്ന കേസസിലാണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഫക്റ്റ് ആവില്ല എന്നുള്ള കേസ്. സോ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? യെസ്. പിന്നെ ഇവിടെ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാനുള്ളത് നമുക്ക് അബൌട്ട് ഗോർഡൻസ് മോഡലാണ്. സോ ഗോർഡൻസ് മോഡൽ മനസ്സിലാക്കാം. ഫസ്റ്റ് ഗോർഡൻ കൊണ്ടുവന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എത്രയാണ് ഏർണിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, സോ അതിൽ നിന്ന് എത്രയാണ് പേയ്മെൻ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, സോ അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ഏർണിങ്സിൻ്റെ ഇത്രയാണ് പേ ഔട്ട് റേഷ്യോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബി എന്താണെന്ന് തരും. സോ ബി മീൻസ് എന്താണ്? റീറ്റെയിൻ ചെയ്യുന്ന പോർഷനാണ്.
സോ 1 മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്ന പോർഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയാം. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മളിപ്പോൾ 60% ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി 40% ആണ് നമ്മൾ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ റിട്ടൻഷൻ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. സോ നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന ഏർണിങ്സിന് എത്രയാണ് പേ ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിക്കും. സോ ഇ ഇൻറ്റു 1 മൈനസ് ബി എന്ന് കണ്ടുപിടിക്കും, ഡിവൈഡ് ബൈ കെ ഇ മൈനസ് ബി ആർ. സോ കെ ഇ മൈനസ് ജി ആണ് ചെയ്യേണ്ടത്. സോ ജി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബി ഇൻറ്റു ആർ എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ. ഇനി ബേർഡ്സ് ഇൻ ഹാൻഡ് തിയറി എന്നുള്ള ഒരു തിയറി ഇവിടെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഒരു ബേർഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോർ വാല്യുബിൾ ദാൻ 2 ഇൻ ദ ബുഷ്. ആ ഒരു പ്രൊവേർബ് ഉണ്ടല്ലോ. സോ അതേ പോയിന്റാണ് പറയുന്നത്. അതായത് ഭാവിയിൽ ഇത്ര ഏർണിങ്സ് കിട്ടും എന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാളും സോ ഓൾറെഡി ഡിവിഡൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ കുറച്ചൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്ന രീതിയിൽ ഈ ഗോർഡൻ റിവൈസ് ചെയ്ത മോഡൽ. സോ അങ്ങനെ അപ്പോൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് ഹൗ മച്ച് D0 ആണ് ഡിവിഡൻഡ് എങ്കിൽ നെക്സ്റ്റ് ഇയർ വി ആർ എക്സ്പെക്ടിങ് എ ഗ്രോത്ത് ജി. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡിവിഡൻഡ് വിൽ ബി D1. എത്രയാണ് കിട്ടുക? D0 ഇൻറ്റു 1 പ്ലസ് ജി എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഓക്കെ അല്ലേ? യെസ്. ദ ഫസ്റ്റ് കേസ് നമ്മൾ എന്താ പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത്ര ഏർണിങ്സ് വരും, അതിൻ്റെ ഇത്രയാണ് പേ ഔട്ട് റേഷ്യോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആൻഡ് ഇപ്പോൾ പഠിക്കുന്നതെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇത്രയും കൊടുത്തേ, സോ അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ഇതിൽ ഇത്രയായിരിക്കുന്ന. ഓക്കെ. സോ ഡിവൈഡ് ബൈ കെ ഇ മൈനസ് ജി. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇതാണ് ഗോർഡൻസ് മോഡലിൽ പറയുന്നത്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. സോ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രൈസ്. എന്തായിരിക്കണം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ അനുസരിച്ചിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ ഒക്കെ പ്രസൻറ്റ് വാല്യൂ എന്താണോ അതാണ്. ഓക്കെ. സോ ഭാവിയിൽ നമുക്ക് എത്രയാണ് ക്യാഷ് ഫ്ലോസ് വരിക അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? സോ ഭാവിയിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ 3 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് ആണെന്ന് വെച്ചാൽ സോ കോൺസ്റ്റന്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും 1000 എന്ന് പറഞ്ഞിട്ട് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടേയിരിക്കും. യുവർ എക്സ്പെക്ടേഷൻ കെ ഈസ് 10%. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് പെർപെച്വേറ്റഡ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, A/I എന്ന് പറഞ്ഞിട്ട് അല്ലേ? സോ അതേപോലെ ഭാവിയിൽ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് 1000 ആണ്. സോ 1000 ഡിവൈഡ് ബൈ 10% എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് 10,000 ആൻസർ കിട്ടും. ദാറ്റ്സ് ഓൾ. ഓക്കെ. സോ ആ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആൻസർ ഈസ് D/K. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ളെങ്കിൽ നമ്മൾ പെർപെച്വേറ്റഡ് കേസിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് A ഡിവൈഡ് ബൈ കെ ഐ മൈനസ് ജി എന്നുള്ള ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഗ്രോത്ത് ഉള്ള കേസിൽ. സോ ആ കേസിൽ നിങ്ങൾ നമുക്ക് D1 ഡിവൈഡ് ബൈ D1 എങ്ങനെയാണ് പഠിക്കുക? ലാസ്റ്റ് ഇയർ പെയ്ഡ് ഡിവിഡൻഡിൻ്റെ കൂടെ ഗ്രോത്ത് ആഡ് ചെയ്യുക. സോ D0 ഇൻറ്റു 1 പ്ലസ് ജി D1 കണ്ടുപിടിക്കുക. ഡിവൈഡ് ബൈ കെ മൈനസ് ജി എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. സോ A ഡിവൈഡ് ബൈ ഐ മൈനസ് ജി എന്നുള്ള അതേ ഫോർമാറ്റിൽ തന്നെ D1 ഡിവൈഡ് ബൈ കെ മൈനസ് ജി എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് വേരിയബിൾ ഗ്രോത്ത് റേറ്റ്. സി വേരിയബിൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഇയറും വേറെ പെർസെൻ്റ് ആയിരിക്കും വരാം. സി ഇത് സീറോ ഗ്രോത്ത് റേറ്റിൻ്റെ കേസിലും അതേപോലെ കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റിൻ്റെ കേസിലും ഇവിടെ ഞാൻ പറഞ്ഞ 2 കേസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഇയേഴ്സിലോട്ട് പോകുന്ന കേസാണ്. മനസ്സിലായോ? സോ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 4 വർഷം കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 10,000 ഡിവിഡൻഡ് കൊടുത്തു, അല്ലെങ്കിൽ 10 രൂപ പെർ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കും. ആൻഡ് നമ്മളൊരു 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് അത് വിൽക്കുകയാണ്. സോ വിൽക്കുകയാണെങ്കിൽ ഈ 4 വർഷം കൊണ്ട് നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയും ചെയ്തു, 4ാമത്തെ വർഷം നമുക്ക് എന്ത് കിട്ടുകയും ചെയ്തു? ആ സെയിൽ പ്രൈസും കിട്ടും. സോ ക്യാഷ് ഫ്ലോസിന് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. സോ ഈവൻ ഇൻ കേസ് ഓഫ് കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റും സെയിം തിങ് ആണ് നടക്കുക അല്ലേ? കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റിലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് എത്രയാണ്, സെക്കൻഡ് ഇയറിലെ ഡിവിഡൻഡ് എത്രയാണ്, തേർഡ് ഇയറിലെ ഡിവിഡൻഡ് എത്രയാണ്, ഫോർത്ത് ഇയറിലെ ഡിവിഡൻഡ് എത്രയാണ്, അങ്ങനെ കണ്ടുപിടിക്കുക. ആൻഡ് ഫോർത്ത് ഇയർ സെല്ലിംഗ് ഇറ്റ് ഓൾസോ. സോ ഫോർത്ത് ഇയർ സെയിൽ ചെയ്യുന്ന സമയത്ത് എത്രയാണ് നിങ്ങൾക്ക് സെയിൽ പ്രൈസ് കിട്ടുന്നത് അതും എടുക്കാം. ഓക്കെ. സോ ഫോർത്ത് ഇയറിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തെടുക്കാം. റെഡിയാണോ? ഓക്കെ. ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 1 പോയിന്റ് ഇസ് വേരിയബിൾ ഗ്രോത്ത് റേറ്റിലെ കേസിൽ നമുക്ക് ആദ്യത്തെ ഒരു 3-4 വർഷം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഉണ്ട്. സോ ആ ക്വസ്റ്റനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അതായത് നമുക്ക് ആദ്യത്തെ ഇയർ ഇത്രയാണ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഒരു എമൗണ്ട് നിങ്ങളോട് പറയുന്നത് ഇത്രയാണ് D0 ഇസ് ഗിവൺ. ഓക്കെ. സോ നെക്സ്റ്റ് 4 ഇയേഴ്സ് ഒരു 15% എന്ന രീതിയിലാണ് ഗ്രോത്ത് വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ D1 കണ്ടുപിടിക്കാം, D2 കണ്ടുപിടിക്കാം, D3 കണ്ടുപിടിക്കാം, D4 കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി 5th ഇയറിലേക്ക് വരുമ്പോൾ അവർ പറയുന്നു ദ ഗ്രോത്ത് പെർസെൻറ്റേജ് ചേഞ്ചസ് ഒരു 5% കൂടി എന്ന് പറയുന്നുണ്ട് അല്ലേ? സോ 5% കൂടുമ്പോൾ D5 കണ്ടുപിടിക്കാൻ നമുക്ക് ഓക്കെയാണ്. ഓക്കെ. പക്ഷേ ദ പോയിന്റ് ഈസ് നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5% കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എടാ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചൊരു പോയിന്റ് നോക്ക്, P0 ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ കെ മൈനസ് ജി. സോ അതേപോലെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ മുതൽ ഇൻഫിനിറ്റ് ഇയേഴ്സ് വരാൻ പോകുന്ന ഡിവിഡൻ്റെ വാല്യൂ അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ എത്രയാണ് അതിൻ്റെ പ്രസന്റ് വാല്യൂ, അതാണ് ഇതിൻ്റെ മീനിങ്. സോ ഇവിടെ D5 ഡിവൈഡ് ബൈ കെ മൈനസ് ജി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് P4 ആയിരിക്കും. ദാറ്റ് മീൻസ് 5th ഇയർ മുതൽ നിങ്ങൾ ഇൻഫിനിറ്റ് ഇയേഴ്സിലേക്ക് വരാൻ പോകുന്ന ഡിവിഡൻഡിൻ്റെ പ്രസന്റ് വാല്യൂ എന്നല്ല ശരിക്കും പറഞ്ഞാൽ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് 4th ഇയർ. ഓക്കെ. സോ അതാണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ 5th ഇയറിൻ്റെ ബിഗിനിങ്ങിൽ എത്രയാണ് അതിൻ്റെ വാല്യൂ എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഓക്കെ അല്ലേ? സോ D5 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് P4 ആണ്. സോ ആ വാല്യൂനെ ആ P4നെ യു ഷുഡ് ഡിസ്കൗണ്ട് വിത്ത് 4th ഇയറിൻ്റെ പ്രസന്റ് വാല്യൂ ഫാക്ടർ. ക്ലിയർ ആണോ? യെസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? യെസ്.
ഇനി അടുത്ത 2 പോയിന്റ്സും കൂടി പറയാം, ലിൻഡേഴ്സ് മോഡൽ ആസ് വെൽ ആസ് ഗ്രഹാം ആൻഡ് ഡോട്ട് മോഡൽ. സോ വെരി റയർലി ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാം. ഇനി ലിൻഡേഴ്സ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് D1 കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ്. നമുക്കറിയാമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളോട് പറയും ഇത്രയാണ് ഭാവിയിലെ ഏണിങ്സ്, സോ അതിൻ്റെ ടാർഗറ്റ് പേ ഔട്ട് ഈസ് ദിസ് മച്ച് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 രൂപയാണ് നമ്മളുടെ ഏണിങ്സ്, നമ്മളോട് പറയാമെന്ന് നമുക്ക് ഒരു 60% പേ ഔട്ട് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. സോ അങ്ങനെ ആണെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് 12 അല്ലേ. 20ന്റെ 60% എന്ന് പറഞ്ഞിട്ട് 12 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ലിൻഡേഴ്സ് മോഡൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഇയർ യു പെയ്ഡ് അറൗണ്ട് 10 rupees. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു EPS നമ്മൾ ടാർഗറ്റ് പേ ഔട്ട് അടിച്ചപ്പോൾ നമുക്ക് 12 കിട്ടി. ദാറ്റ് മീൻസ് യു ആർ പ്ലാനിങ് ടു പേ 2 rupees എക്സ്ട്രാ. ആ 2 ഫുൾ കൊടുക്കരുത്, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 90% തരുവാണെന്ന് വിചാരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ 2 rupees ഫുൾ എക്സ്ട്രാ കൊടുക്കരുത്. സോ 2 × 0.9 എന്നുള്ള രീതിയിൽ കൊടുക്കുക. സോ 1.8 കൊടുക്കുക. ദാറ്റ് മീൻസ് നമ്മൾ മുമ്പ് കൊടുത്തോണ്ടിരുന്ന 10ന്റെ കൂടെ ഈ എക്സ്ട്രാ ഫുൾ 2 കൊടുക്കരുത്, അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പോയിന്റ്. ക്ലിയർ ആണോ? യെസ്. സോ അതിന്റെ ഇക്വേഷൻ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു EPS × ടാർഗറ്റ് പേ ഔട്ട് മൈനസ് D0, അതാണ് ആ എക്സ്ട്രാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാന്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് നമ്മൾ ആക്ച്വലി എക്സ്ട്രാ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ D0 അതായത് ലാസ്റ്റ് പെയ്ഡ് ഡിവിഡന്റെ കൂടെ ഈ ഒരു അഡ്ജസ്റ്റഡ് എക്സ്ട്രായും കൂടി കൊടുക്കുക. ദാറ്റ്സ് ഓൾ. സെറ്റ് ആണോ? ഓക്കെ, ഗ്രഹാം ആൻഡ് ഡോട്ട് മോഡൽ ദാറ്റ്സ് ഓൾസോ വെരി ഈസി. ദ P is equal to M × D + E/3 എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. M മൾട്ടിപ്ലൈ വിച്ച് വിൽ ബി ഗിവൺ ഇൻ ദ എക്സാം ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. D എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, E എന്ന് പറഞ്ഞാൽ EPS ആണ്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം D + E/3, ഇക്ക് മാത്രമേ എന്നുള്ളൂ ഡിവൈഡഡ് ബൈ 3 എന്നുള്ളൂ. സെറ്റ് ആണോ? വെരി ഗുഡ്. ആൻഡ് ലാസ്റ്റ്ലി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇതിൽ പിന്നെ ഡിവിഡൻഡ് ഇറലവൻസ് മോഡലാണ്. ഡിവിഡൻഡ് ഇറലവൻസ് തിയറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാണ്ടിരിക്കുമോ, വാട്ട് വിൽ ബി ദ മാറ്റർ, ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം അഫക്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. സോ അതിന് ഹൈപ്പോത്തസിസിൽ അല്ലെങ്കിൽ അപ്രോച്ചിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് വാട്ട് ഈസ് P1 എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കണം അല്ലേ. സോ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് P0 × 1 + KE അല്ലേ. സോ P0ന്റെ കൂടെ നമ്മൾ ആ വർഷത്തെ ഈൽഡ് എത്രയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ P0 × 1 + KE എന്ന് കൊടുക്കുക. അതൊന്ന് ഡിവിഡൻഡ് ആയിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? P1 കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100 രൂപയാണ് നിങ്ങളുടെ P0 എന്ന് വിചാരിക്കുക, 10% ഈൽഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോ ആ വർഷം എൻ്റെ ആകുമ്പോഴേക്കും ഇപ്പോൾ ഡിവിഡൻഡ് ഒന്നും ഇല്ലെങ്കിൽ അത് എത്രയിലോട്ട് എത്തണം? 110 പ്രൈസ് എത്തണം. ക്ലിയർ അല്ലേ? സോ നമ്മൾ 100 രൂപ എടുക്കുന്നു, 100ന്റെ കൂടെ 10% ആഡ് ചെയ്യുന്നു, സോ യു വിൽ ഗെറ്റ് 110. ഓക്കെ, പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് ഡിവിഡൻഡ് ആയിട്ട് ഒരു രൂപ എടുക്കുകയാണെങ്കിൽ 1 രൂപ അതിന് കുറയുന്നു. സോ ദാറ്റ് മീൻസ് 109 എത്തണം അല്ലേ. സോ ശരിക്കും ഇവിടെ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ എത്തി അല്ലേ. സോ 100 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം ഫസ്റ്റ് ഇയർ എൻ്റെ ആകുമ്പോഴേക്കും അതിൻ്റെ പ്രൈസ് 109 നിങ്ങൾക്ക് 1 രൂപ ഡിവിഡൻഡ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? നമുക്ക് 100ന്റെ സാധനം 109 വിൽക്കാൻ പറ്റുന്നല്ലേ അല്ലേ. ആ ടൈമിൽ 109 വിൽക്കാൻ പറ്റുന്ന 9 രൂപ ലാഭം കിട്ടിയോ? യെസ്. ആൻഡ് ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് 1 രൂപ കിട്ടിയോ? അതെ. ടോട്ടലായിട്ട് നമുക്ക് എത്ര രൂപ കിട്ടി? 10 രൂപ. ആ 10 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 100ന്റെ എത്ര പെർസെൻറ്റേജാ? 10%. ദാറ്റ് ഈസ് കീ. ക്ലിയർ? സോ അത് ആ രീതിയിലാണ് കിട്ടേണ്ടത്. സോ വാട്ട് യു ടു ഡു ഈസ് P0 × 1 + KE - D1 എന്ന രീതിയിൽ ചെയ്യാം. സെറ്റാണ്. ഓക്കെ, സോ നോക്കൂ മക്കളെ, നമുക്ക് ഏത് ക്വസ്റ്റ്യനിലും ഇപ്പോൾ ഒരു 4-5 സ്റ്റെപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്ത് നമുക്ക് അപ്രോച്ച് ഓൾസോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഫൈൻഡ് മാർക്കറ്റ് പ്രൈസ് വെൻ ഡിവിഡൻസ് ആർ പെയ്ഡ് ആൻഡ് നോട്ട് പെയ്ഡ്. സോ നിങ്ങൾ ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യുന്ന കേസിലും ഡിവിഡൻഡ് പേയ്മെന്റ് ചെയ്യാത്ത കേസിലും മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് P0 × 1 + KE - D1. ഓക്കെ, സോ ചില സമയത്ത് D1 എത്രയായിരിക്കും? 0 ആയിരിക്കാം. ചില സമയത്ത് D1 വിൽ ബി ഗിവൺ അല്ലേ. സോ ആ 2 കേസിലും വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാർക്കറ്റ് പ്രൈസ്. സോ രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് എത്രയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളത് നോക്കാം. ആൻഡ് ഡിവിഡൻഡ് ഒക്കെ കൊടുത്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഡിവിഡൻഡ് ഉള്ള കേസിൽ ഡിവിഡൻഡ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. ഡിവിഡൻഡ് ഇല്ലാത്ത കേസിൽ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. ദാറ്റ്സ് ഓൾ. സോ വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈസ് നമ്മുടെ ഇപ്പോൾ ഈ വർഷം ഒരു 1 ലക്ഷം രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിവിഡൻഡ് ഒരു 30,000 ആക്കിയിട്ടുണ്ട് കൊടുക്കണമെങ്കിൽ ബാക്കി 70,000 മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ റിക്വയർമെന്റ് ഒരു 3 ലക്ഷമൊക്കെ ആണെങ്കിലേ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, 2,70,000 2,30,000 ഡിഫറൻസ് ഇല്ലേ. സി ദ പോയിന്റ് ഇസ് 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലേ. സോ 30% എന്ന് പറഞ്ഞിട്ട് 30,000 രൂപ ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയാണ്. സോ ബാക്കി 70,000 മാത്രമേ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് ആ വർഷം ഒരു 3 ലക്ഷക്ക് വേണമെങ്കിൽ ദാറ്റ് മീൻസ് എഗെയിൻ യു നീഡ് 2,30,000. സോ എക്സ്ട്രാ എത്ര വേണമെന്ന് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് മൈനസ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിവിഡൻഡ് കണ്ടുപിടിക്കുക. സോ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ വേണം, ഇപ്പോൾ 2,30,000 വേണമെന്ന് വിചാരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എടാ ഷെയർ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സമയത്തുള്ള ഇപ്പോൾ 2 കേസസ് നമ്മൾ പഠിക്കും, ഡിവിഡൻഡ് ഉള്ള കേസ് ഇല്ലാത്ത കേസ്. സോ ആ സമയത്ത് ഉള്ള പ്രൈസ് മാർക്കറ്റ് പ്രൈസ് വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, ന്യൂ ഷെയർസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ എത്ര പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യണം കണ്ടുപിടിക്കാൻ പറ്റി. നിങ്ങൾക്ക് ഓൾറെഡി എത്ര ഷെയർസ് ഉണ്ടെന്ന് അറിയാം. സോ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും യെസ് ടോട്ടൽ ഷെയർസ് കിട്ടി. അവിടെ ടോട്ടൽ ഷെയർസിനെ ഇഫ് യു ആർ മൾട്ടിപ്ലൈങ് വിത്ത് ദ P1
P1 എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രയാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടുക അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം അറ്റ് ദ എൻഡ് കിട്ടും. സി ദ പോയിന്റ് ഈസ് ഇവിടെ എന്തില്ല ഡെറ്റ് ഒന്നും ഇല്ലാത്ത കേസാണ് പറയുന്നത്. സോ ഓൾ ഇക്വിറ്റി എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ വാല്യൂ ഓഫ് ദ ഫേം വിൽ ബി വാല്യൂ ഓഫ് ഇക്വിറ്റി. ക്ലിയർ? യെസ്. ആൻഡ് വാല്യൂ അറ്റ് ദ എൻഡ് കിട്ടിയോ? യെസ്. വാല്യൂ അറ്റ് ദ എൻഡ് കിട്ടി കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ബിഗിനിങ് കിട്ടണ്ടേ? യെസ്. വാല്യൂ ഓഫ് ദ ബിഗിനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് കൂടി ഉണ്ട്. നമുക്ക് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചാൽ വാല്യൂ ഓഫ് ദ എൻഡ് രണ്ടിൽ ഈക്വൽ ആയി. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി വാല്യൂ വിൽ നോട്ട് ചേഞ്ച് എന്നുള്ളത് മനസ്സിലായി. ദെൻ നിങ്ങൾ മൈനസ് ഐ പ്ലസ് ഇ, മൈനസ് ഐ മീൻസ് മൈനസ് എത്രയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഇ ഡിവൈഡ് ബൈ 1 + k എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. സോ നമുക്ക് വാല്യൂ ഓഫ് ദ ബിഗിനിങ് കിട്ടും. ജസ്റ്റ് ഫോർ പ്രൂഫ് പർപ്പസ് ഇത് രണ്ടും ചൂസ് ചെയ്യാം. ക്ലിയർ ആണോ? Yes, that's all about the chapter dividend decisions. Clear? This is the most important concept asked from dividend decisions. So ഇത്രയും കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ നല്ല പോലെ പ്രിപ്പയർ ചെയ്യാം. വെരി ഗുഡ്. താങ്ക് യു.